ചൈനയുമായി ഭാരതത്തിന് ശത്രുത ഇല്ലെങ്കിലും അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ബ്രിട്ടനിലെ ഇന്ത്യ ഹൗസ് കൂട്ടായ്മ നൽകിയ സ്വീകരണത്തിലാണ് പ്രതിരോധ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇന്ത്യ ഹൗസ് സ്വീകരണത്തിൽ പങ്കെടുത്തിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. ബ്രിട്ടനിലെ പ്രതിരോധ വ്യവസായ രംഗത്തെ സിഇഒമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഇന്ത്യ ഹൗസ് നൽകിയ സ്വീകരണത്തിലാണ് രാജ്നാഥ് സിംഗ് ചൈനയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുതയില്ലെങ്കിലും ബന്ധങ്ങൾ സുദൃഢമല്ലെന്നും രാജ്നാഥ് സിംഗ് തുറന്നടിച്ചു. വൻ സാമ്പത്തിക ശക്തിയായി മുന്നേറുന്ന ഭാരതം ചൈനയുടെ വെല്ലുവിളി കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. अपोनेंट है, मेजर अपोनेंट से मानते हैं, हम नहीं मानते, चाइना मानता होगा, लोग मानते हैं, हम लोग किसी को अपोनेंट मानते ही नहीं। 2020 में जो भारत और चीन के बीच फेस ऑफ हुआ था, उसमें हमारे सेना के जवानों ने जो करिश्मा दिखाया है, जो बहादुरी दिखाई है, शायद उसके कारण चाइना की धारणा भारत के बारे में बदल गई है कि भारत अब कमजोर भारत नहीं रहा, भारत अब दुनिया का ताकतवर देश बन गया है। ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന പാകിസ്ഥാൻ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നത് മുതൽ ഗ്ലോബൽ സൗത്ത് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മകൾക്ക് പ്രതികൂല നിലപാട് സ്വീകരിക്കുന്നതും ചൈന പതിവാക്കിയിരിക്കുകയാണ്. മാലദ്വീപുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു പരിധിവരെ കാരണം ചൈന എന്ന വിലയിരുത്തലിലാണ് ഭാരതം. ഈ പശ്ചാത്തലത്തിലാണ് രാജ്നാഥ് സിംഗിന്റെ നിലപാട്. പ്രധാനമന്ത്രി ഋഷി സുനകുമായും നേരത്തെ രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. വാണിജ്യ പ്രതിരോധ രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ധാരണയ്ക്ക് മുന്നോടിയായുള്ള നിരവധി ചർച്ചകളാണ് സന്ദർശനത്തോടനുബന്ധിച്ച് നടന്നത്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണുമായും പ്രതിരോധ മന്ത്രി ചർച്ചകൾ നടത്തി. സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് പരസ്പര ധാരണ ഉൾപ്പെടെ വൈജ്ഞാനിക വ്യാവസായിക രംഗങ്ങളിൽ നിർണായക ചുവടുവെപ്പുകളാണ് സന്ദർശനത്തോടനുബന്ധിച്ച് യാഥാർത്ഥ്യമാകാനിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.